സയൻസ് എന്നുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 500 വർഷങ്ങളെ ആവുന്നുള്ളൂ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മൂണിൽ ലാൻഡ് ചെയ്തു, ഇന്റർനെറ്റ് കണ്ടുപിടിച്ചു, ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നേടിയെടുത്തു. ഇതേ ലെവലിൽ തന്നെ പോവുകയാണെങ്കിൽ 1 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടി വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും നിൽക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു 100 ലൈറ്റ് ഇയർക്ക് അപ്പുറം ഒരു പ്ലാനറ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. ആ പ്ലാനറ്റിൽ നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ഇന്റലിജന്റ് ലൈഫ് ഫോം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് നമ്മുടെ ഭൂമിയിൽ മനുഷ്യരുണ്ടായി വന്ന ആ ഒരു ടൈം പീരീഡിൽ നിന്ന് ഒരു 2-3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരു പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടായി വന്നു. അതായത് ഈ പ്ലാനറ്റിലത്തെ ഇന്റലിജന്റ് സ്പീഷീസ് നമ്മുടെ മനുഷ്യരിലും ഒരു 2-3 ലക്ഷം വർഷങ്ങൾ മുന്നേ അഡ്വാൻസ്ഡ് ആണ്. സപ്പോസ് ഈ പ്ലാനറ്റിലത്തെ ആൾക്കാരുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിലത്തെ മനുഷ്യരുടെ ടെക്നോളജിയും കാര്യങ്ങളും ഗ്രോ ചെയ്യുന്ന പോലെ ആ ഒരു പാറ്റേണിലാണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ ഈ പ്ലാനറ്റിലത്തെ ആൾക്കാർ ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള, അതായത് സ്പേസ് ഫെയറിംഗ് സിവിലൈസേഷൻ ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് ഈ പ്ലാനറ്റിൽ ഇങ്ങനെയുള്ള ഇന്റലിജന്റ് സിവിലൈസേഷന്റെ ആ ഒരു എക്സിസ്റ്റൻസ് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും, അത് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും നമ്മുടെ ഭൂമി വിട്ട് വേറൊരു പ്ലാനറ്റിൽ ലൈഫ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത് പറ്റാത്തതെന്നുള്ളൊരു ചോദ്യം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഫെർമി പാരഡോക്സ് ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് സൂ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്രയും വർഷങ്ങളായിട്ടും അവർ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതാണ് ശരിക്കും സൂ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇതിൽ സൂ എന്നുള്ള പേര് വരാൻ കാരണം ഒരു കാഴ്ച ബംഗ്ലാവാന്ന് നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ അകത്ത് ഒരുപാട് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആനിമൽസിനെയൊക്കെ ആ സൂ കീപ്പർ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സൂവിന്റെ അകത്തുള്ള ആനിമൽസിനൊന്നും ഇങ്ങനെയുള്ള ഒബ്സർവേഷൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന് സൂ ഹൈപ്പോത്തിസിസ് എന്ന് പേര് വരുന്നത്. പക്ഷേ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് ശരിക്കും ലൈഫിന്റെ അർത്ഥം? ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ ആണ്. അതായത് നമ്മളെല്ലാവരും കാർബൺ ബേസ്ഡ് ലിവിങ് ഓർഗാനിസംസ് ആണ്. നമ്മുടെ യൂണിവേഴ്സിലത്തെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് കാർബൺ എന്ന് പറയുന്നത്. എല്ലാ നല്ല ഭക്ഷണത്തിന് ഒരു റെസിപ്പി ഉണ്ടാവും. അതുപോലെ തന്നെ ലൈഫിന്റെ റെസിപ്പിയാണ് കാർബൺ, ഹൈഡ്രജനും ഓക്സിജനും. ഈ 3 സംഭവം നമ്മുടെ യൂണിവേഴ്സിൽ ഇഷ്ടമായി അബണ്ടന്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് എന്നുള്ളത് നമ്മുടെ യൂണിവേഴ്സിൽ എവിടെയും കണ്ടുവരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഭൂമിയിലത്തെ കേസ് തന്നെ എടുക്കാം. ഏകദേശം ഒരു 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ലാവ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അത് പ്രസന്റ് വീനസ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഒരുപാട് ലക്ഷം വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ പയ്യെ തണുത്ത് തുടങ്ങി. മാസീവ് ആയിട്ടുള്ള ഓഷ്യൻസും ആൽക്കലൈൻ ആയിട്ടുള്ള സിറ്റുവേഷനും ടെമ്പറേച്ചർ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ഭൂമിയിൽ കണ്ടു തുടങ്ങി. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ഒരു കെമിസ്ട്രിയാണ് നമ്മൾ ജിയോ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ ജിയോ കെമിസ്ട്രി പയ്യെ ബയോ കെമിസ്ട്രി ആയിട്ട് മാറി. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ വെറും കെമിസ്ട്രി മാത്രമാണ്, നത്തിങ് സ്പെഷ്യൽ. ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്ത ഒരു വെറും കെമിസ്ട്രി മാത്രമാണ് ലൈഫ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇതുവരെയായിട്ട് ഒരു ലൈഫിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല? നമ്മുടെ ഭൂമി വിട്ട് വേറൊരു സ്ഥലത്ത് അവിടെ ഇവിടെ ചെറിയ സിഗ്നേച്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്യാനും പറ്റില്ല. ഞാനിപ്പോ ഈ പറഞ്ഞത് ജീവൻ ഒറിജിനേറ്റ് ചെയ്തത് ഭൂമിയിൽ വച്ചാണെന്നുള്ളൊരു കാര്യമാണ്. ഇതുകൂടാണ്ട് പാൻസ്പെർമിയ എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതായത് ലൈഫ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നല്ല ഒറിജിനേറ്റ് ചെയ്തത്, വേറെ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഭൂമിയിൽ ഉൽക്ക വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ ഒന്ന് ഇടിക്കുകയും ആ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ മൊത്തം സീഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ലൈഫ് നമ്മുടെ ഭൂമിയിൽ വന്നതെന്നുള്ളൊരു തിയറിയും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു എക്സെപ്ഷൻ തിയറിയാണ്. ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. അതായത് ഒരു വാചകം ഞാൻ പറയാം, നമ്മുടെ നോളജ്, നമ്മുടെ അറിവ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള അറിവ് നമുക്കില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോളജ് അത് എവിടെ വെച്ച് നിർത്തണം എന്നുള്ള അറിവ് നമുക്കില്ല. ഇതിപ്പോ എന്തിനാണ് ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞത് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അറ്റോമിക് ബോംബും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അതായത് മനുഷ്യരെ തന്നെ നശിപ്പിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കാലം മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ പൊങ്ങി വരികയുള്ളൂ. അങ്ങനെ നമ്മുടെ കൈവശമുള്ള ഈ ന്യൂക്ലിയർ വെപ്പൺസ് കാര്യങ്ങളൊക്കെ കൂടുതൽ അഡ്വാൻസ്ഡ് ആവുകയും മനുഷ്യർ തമ്മിൽ ഇങ്ങനെ യുദ്ധം കൂടി നമ്മുടെ മനുഷ്യൻ എന്നുള്ള സംഭവം ഇവിടെ വെച്ച് ഇല്ലാണ്ടായി നിങ്ങൾ വിചാരിക്കാം. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു സിവിലൈസേഷനിൽ നിന്ന് നമ്മുടെ മനുഷ്യൻ എന്നുള്ള സംഭവം എന്നുള്ള കാര്യം അറിയാൻ പറ്റുമോ? അതായത് ഹ്യൂമൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം അവർക്ക് മനസ്സിലാവോ?
ഇല്ല. അതിനെയൊക്കെയാണ് ശരിക്കും ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഗ്രേറ്റ് ഫിൽട്ടർ എന്നുള്ള ആ ഒരു ഫാക്ടറിന്റെ ഒരു പോസിബിലിറ്റി മാത്രമാണ്. അതായത് ഒരു ആ സിവിലൈസേഷനെ തന്നെ നശിപ്പിക്കുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു സിവിലൈസേഷനും മറ്റൊരു സിവിലൈസേഷനും നമ്മൾ ഒരിക്കലും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം നമുക്ക് വേറൊരു സിവിലൈസേഷൻ ഇതുവരെയായിട്ട് കാണാൻ കഴിയാത്തത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു പോസിബിലിറ്റിനെ ഗ്രേറ്റ് സ്റ്റുപ്പിഡിറ്റി എന്നുള്ള ഒരു ടേമും കൂടി വിളിക്കുന്നുണ്ട്. ഗ്രേറ്റ് ഫിൽട്ടറിന് നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ആലോചിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു വൈറസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു വൈറസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. ആ വൈറസ് നമ്മുടെ ഭൂമിയിൽ മൊത്തം സ്പ്രെഡ് ആയിട്ട് നമ്മുടെ ഭൂമിയിലത്തെ മനുഷ്യരുടെ സ്പീഷീസ് ഒക്കെ എക്സ്റ്റിങ്ക്ട് ആയി പോയെന്ന് വിചാരിക്കാം. ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇല്ല. അതായത് ആ ഒരു സംഭവമേ അവിടെ ഇല്ലാത്തൊരു അവസ്ഥയായിട്ട് മാറും. അതല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലത്തെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു എനിമി ആയിട്ടുള്ള ആസ്ട്രോയിഡ് ഇമ്പാക്ട് ആയിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു ഗ്രേറ്റ് ഫിൽട്ടർ വർക്ക് ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ബാരിയറാണ്. അതായത് ഒരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറിക്ക് അപ്പുറം നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ആ ഒരു ബൗണ്ടറി നിലനിൽക്കും തോറും വേറൊരു സിവിലൈസേഷന് ഇങ്ങനത്തെ ഒരു സിവിലൈസേഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമുക്കും അങ്ങനത്തെ ഒരു സിവിലൈസേഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതായത് നമ്മളിങ്ങനെ ആലോചിക്കുകയല്ലേ, വേറെ എന്തോ ഒരു ലൈഫ് നമുക്ക് കാണാൻ പറ്റാത്ത അതേ ആലോചന തന്നെ ആയിരിക്കും വേറൊരു സിവിലൈസേഷൻ ആലോചിക്കും. ഒരു ഗാലക്സിയിൽ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ട്, അതിന്റെ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഡ്രേക്ക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇക്വേഷനെ കണക്ക് ചെയ്യാൻ പറഞ്ഞുതരാം. അതായത് ഇത് പെർസെന്റേജിലാണ്, അതായത് റേറ്റിലാണ് പറയുന്നത്. ആദ്യത്തേത് ഒരു ഗാലക്സിയിൽ എത്ര സ്റ്റാറുകൾ ഫോം ചെയ്യാം. രണ്ടാമത്തേത് ആ സ്റ്റാറുകളിൽ തന്നെ എത്ര സ്റ്റാറുകൾക്ക് ഒരു പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടാവും. അതായത് നമ്മുടെ സോളാർ സിസ്റ്റം പോലെ ഒരു പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടാവും. മൂന്നാമത്തേത് ഇതിൽ എത്ര പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാവും. എന്തിന് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാവാം. നാലാമത്താണ് ഇതിൽ എത്ര പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടാവാം. അഞ്ചാമത്താണ് ഇതിൽ എത്ര പ്ലാനറ്റിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവാം. അതായത് ലൈഫും ഇന്റലിജന്റ് ലൈഫ് എന്ന് പറയുന്നത് ആനയും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇനി ആറാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതിൽ എത്ര ഇന്റലിജന്റ് സിവിലൈസേഷൻ ഇതേപോലുള്ള റേഡിയോ സിഗ്നേച്ചേഴ്സ് ഒക്കെ ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ വിടാം. അതായത് നമ്മൾക്ക് ഇപ്പോൾ ആ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരുപാട് റേഡിയോ സിഗ്നേച്ചേഴ്സ് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്ര സിവിലൈസേഷന് നമുക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇത് എത്ര കാലം കൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ഇത് എത്ര സമയം കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ നമ്മുടെ മിൽക്കി വേ ഗാലക്സി ആയിട്ട് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 12,500ഓളം ഇന്റലിജന്റ് സിവിലൈസേഷൻ നമ്മുടെ മിൽക്കി വേ തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെയായിട്ട് ഒരു സിവിലൈസേഷനെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്പേസിലേക്ക് എമിറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ഉണ്ട്, അതിനാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ലൈറ്റിന്റെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ എമിറ്റ് ചെയ്ത റേഡിയോ വേവ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തേക്കുന്ന ദൂരം എന്ന് പറയുന്നത് 119 ലൈറ്റ് ഇയേഴ്സ് ആണ്. അതും നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 1,00,000 ലൈറ്റ് ഇയർ ആണ്. ഇത് വെറും 119 ലൈറ്റ് ഇയർ നമ്മള് ഭൂമിയിൽ നിന്ന് ഒരു സംഭവം ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിപ്പോ 119 ഒരു 112 ലൈറ്റ് ഇയറിൽ ഒരു ഇന്റലിജന്റ് സിവിലൈസേഷൻ ഉള്ള ഒരു പ്ലാനറ്റ് ഉണ്ട് നിങ്ങൾ വിചാരിക്കാം. ആ പ്ലാനറ്റിലത്തെ ആൾക്കാർക്ക് നമ്മുടെ റേഡിയോ സിഗ്നൽസ് എടുത്തിട്ട് അത് ഡീകോഡ് ചെയ്തിട്ട് അത് ഒരു ഇന്റലിജന്റ് സിവിലൈസേഷൻ അയക്കുന്ന ഒരു സിഗ്നൽ ആണെന്ന് മനസ്സിലാക്കിയ മാത്രമാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അതും വളരെ റാൻഡം, വളരെ ഓടായിട്ടുള്ളൊരു സംഭവമായിരിക്കും. പിന്നെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ അവർ അവിടെ നിന്ന് ഒരു സിഗ്നൽ ഇങ്ങനെ തിരിച്ചയച്ചു എന്ന് വിചാരിക്കും. അതായത് നമ്മുടെ ഹലോ എന്ന് പറഞ്ഞ ഒരു റേഡിയോ സിഗ്നൽ അവർക്ക് കിട്ടിയവർക്ക് എങ്ങനെ അവർ ഡീകോഡ് ചെയ്ത് എടുത്തു എന്ന് വിചാരിക്കാം. അവർ തിരിച്ചൊരു ഹലോ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 112 വർഷം എടുക്കും. ലൈറ്റ് ഇയറിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 112 ലൈറ്റ് ഇയർ അപ്പുറം ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ 112 വർഷങ്ങൾ എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ചെറിയ സംഭവമൊന്നുമല്ല, വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് ആണ്. ആൻഡ് ഈ സംഭവം എവർ എക്സ്പാൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിവിലൈസേഷനും മറ്റൊരു സിവിലൈസേഷനും കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. അങ്ങനെ അറിയണമെങ്കിൽ ഈ ഒരു സിവിലൈസേഷൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. ലൈഫാണ് ശരിക്കും നമ്മുടെ യൂണിവേഴ്സിന്റെ മീനിങ് ഉണ്ടാക്കുന്നത്. ഈ ലൈഫും അതായത് ഈ കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ് ഈ യൂണിവേഴ്സിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ ലൈഫ് എന്നുള്ള അല്ലെങ്കിൽ ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് കംപ്ലീറ്റ്ലി പോയിന്റ്ലെസ് ആണ്. ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഗാലക്സിയായ മിൽക്കി വേയിൽ നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് ലൈഫ് ഉള്ളൂ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. നമ്മുടെ ഭൂമിയിൽ മാത്രമേ ജീവജാലങ്ങളുള്ളൂ. അപ്പോൾ ഈ ലൈഫ് എന്നുള്ള ഒരു മീനിങ്ങിനെ, ആ ഒരു അർത്ഥത്തെ നമ്മൾ മാക്സിമം പ്രിസർവ് ചെയ്യാൻ നോക്കുക. അതായത് നമ്മൾ തമ്മിൽ തല്ലി യുദ്ധങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ വെച്ച് ഇല്ലാണ്ടാക്കാണ്ട് ലൈഫ് എന്ന ഒരു മീനിങ്ങിനെ നമ്മൾ പ്രിസർവ് ചെയ്യാൻ നോക്കാം.
അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗ്രേറ്റ് ഫിൽറ്ററിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.